ഹലോ, ഒരുപാട് സന്തോഷത്തോടെ ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുക, അതിലേറെ സ്നേഹമുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അങ്ങനെയൊന്നും അറിയില്ല. സന്തോഷമാണ്, ഒരുപാട് സന്തോഷം, സ്നേഹം. നിങ്ങളാണ് എല്ലാതും. നിങ്ങളില്ലെങ്കിൽ നമ്മളുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോട്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. പിന്നെ ചന്തു അപ്പോട്ടിനും രാവിലെ നല്ല കളിയാണ്. അപ്പം ഞങ്ങൾ ഓർത്തുന്ന ഇന്നൊന്ന് പുഴയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. പിന്നെ ചന്തുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ വരാൻ പോവാണ്, February 14th. 2 ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയി കേട്ടോ. നമുക്ക് ചന്തുവിൻ്റെ വാലൻറ്റൈൻസ് ഡേക്കാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാലൻറ്റൈൻ ബോയ് എന്നാട്ടോ ഞങ്ങൾ പറയാറ്. അപ്പം ഞാനിങ്ങനെ അപ്പോട്ടിനോട് പറയും, വാലൻറ്റൈൻസ് ഡേക്ക് പരിപാടികളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉള്ള കാരണം നമുക്ക് എന്നും ആഘോഷമാവില്ലേ അപ്പോട്ടാന്ന്. സമയം എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. നമുക്കൊരു അതിശയമാണ്. ചന്തു എന്നെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പോകുന്നൊരു പോലെ നമുക്ക് കാണുമ്പോൾ. പണ്ടൊക്കെ ഞാൻ എപ്പോഴും അതിശയത്തോടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ, അമ്മ ഇങ്ങനെ ഇത്ര സാക്രിഫൈസൊക്കെ ചെയ്യുന്നത്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് അത് തരുന്നത്, അമ്മയ്ക്ക് എങ്ങനെ തരാൻ പറ്റും, എനിക്ക് അങ്ങനെയൊക്കെ തരാൻ പറ്റുമോ, കൊടുക്കാനൊക്കെ പറ്റുമോ. എൻ്റെ കുഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഐറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ. അതൊക്കെ എൻ്റെ വലിയ സംശയങ്ങളായിരുന്നു കേട്ടോ. ചില കാര്യങ്ങൾ നമ്മളെന്താ പറയുക, അനുഭവത്തിലൂടെയേ പഠിക്കുള്ളൂ എന്ന് പറയുന്നതാണ് സത്യം. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചന്തു ഓരോന്ന് കഴിക്കുമ്പോൾ ഇനിയും വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് കൂടി കൊടുത്ത് അവൻ കഴിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതൊക്കെ എന്താ പറയുക, അത് നമുക്ക് മുന്നേ ഞാൻ കുറേ സംശയിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും, ഇതായിരിക്കും, ഇതൊക്കെ അങ്ങനെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, മക്കൾക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന, എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ത്യാഗിയായി അമ്മയായി ഒന്നും മാറരുത് എന്ന് കേട്ടോ. പക്ഷേ ഇതൊന്നും ആരും സ്വയം മാറുന്നതൊന്നും ആവില്ല. അതങ്ങ് മാറി താനെ അറിയാണ്ട് വന്നു പോകുന്നതാവുമെന്ന് തോന്നുന്നു. എന്തിന് ഇപ്പം തന്നെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അമ്മ ഇനിയും വേണം, നല്ലതാ, ഇനിയും വേണം എന്ന് പറഞ്ഞ് ഏറെ പറഞ്ഞ് കഴിക്കണം, എൻ്റെ ഇത് കൂടി കൊടുക്കണം, അങ്ങനെയൊക്കെയാ കേട്ടോ. എന്നാലും നമ്മുടെ അമ്മമാരല്ലേ, അവർ ലാസ്റ്റ് ആകുമ്പോൾ പറയും, വയറ് നിറഞ്ഞു കേട്ടോ, അപ്പോൾ ഈ പീസ് ഈ തന്നെ കഴിച്ചോ എന്ന് പറയും. ചിലപ്പോൾ ഞാൻ അമ്മേനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ ദേഷ്യപ്പെട്ടൊക്കെയാണ് അമ്മേനെ കഴിപ്പിക്കാറ്. അതെന്തിനാ അമ്മ തന്നെ കഴിക്കണം, അങ്ങനെ സാക്രിഫൈസ് ചെയ്തതൊക്കെ മതി എന്നൊക്കെ ഒരു തോന്നും. പിന്നെ ചിലതൊക്കെ നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അതങ്ങനെയൊക്കെയാ, അതൊക്കെയാവും അതിൻ്റെ ഭംഗി. ചന്തു പുഴയിലെത്തിയിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഫുൾ വെള്ളത്തിൽ നിന്ന് കയറാൻ തന്നെ തീരെ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് പിടിച്ച പിടിയാലെ കരഞ്ഞു വിളിച്ചാണ് അതൊന്ന് എടുത്തത്. ആള് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഈ ഒരു ഭാഗത്ത്. പക്ഷികളും കുയിലിൻ്റെ പാട്ടും എന്താ പറയുക, നല്ലതായിരുന്നു. നീക്കിടാ അവിടുന്ന്. വേണ്ട അപ്പോട്ടോ, എന്റെ കുട്ടിയുണ്ട്. അയ്യോ, അങ്ങനെ ഞങ്ങൾക്ക് പണി കിട്ടി, വണ്ടി പഞ്ചറായി. അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് കട്ട് വഴി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു പാടം ക്രോസ് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ആമ്പലൊക്കെ ഉള്ള ബേബിയേട്ടൻ്റെ സ്ഥലം. ആ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏരിയയാണ്.
അപ്പോൾ അത് കൂടെ പോകുമ്പോഴാണ് കിടങ്ങിലൊക്കെ ആമ്പലുകളുണ്ട്, പക്ഷേ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല വേനലല്ലേ, അപ്പോൾ ചെടിയൊക്കെ നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ആമ്പലുകളും നമ്മുടെ ലൈഫിലൊരു പ്രചോദനം തരുന്ന ആളുകളാണ് അല്ലേ. ഈ വേനലിൽ മൊത്തം നശിച്ച് പിന്നെ അവരൊന്നും ഇല്ലയെന്ന് തന്നെ നമ്മൾ കരുതും. പിന്നെയും മഴ പെയ്യുമ്പോൾ വീണ്ടും മുളച്ച് ഫുൾ എനർജിയോടെ ഫുൾ കരുത്തോടെ അവരങ്ങ് വരും അല്ലേ. എന്തൊക്കെ കഷ്ടപ്പാടും ഹാർഡ് സിറ്റുവേഷൻസ് വന്നാലും നല്ല ഭംഗിയുള്ള നല്ലൊരു മഴക്കാലം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നമുക്ക് ഫുൾ ഫ്ലെഡ്ജിൽ വളർന്നു വരാൻ എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ആമ്പലുകളൊക്കെ കൊടുക്കുന്നത്. എനിക്ക് പ്രാന്തായോ? അല്ല, വെറുതെ എന്തോ ഞാനിന്ന് നല്ല സന്തോഷത്തിലാണ്, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടി എല്ലാവരോടും ഒരുപാട് 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 സ്നേഹം. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫാമിലി തന്നെയാണ് നിങ്ങളെല്ലാവരും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം. അങ്ങനെ വീണ്ടും നല്ല ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, ടാറ്റാ, സി യു. ഞാൻ 64.